നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനം ലോകമെങ്ങും സമുചിതമായി ആചരിച്ചു. ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ സ്ഥാപിച്ച ഡബിൾ ചേംബർ ഇൻസിനേറ്റർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റന്റ് റിയാലിറ്റി ആംബുലൻസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട ദമ്പതികൾക്ക് സിറ്റി പോലീസ് പണം തിരികെ പിടിച്ചു നൽകി. നന്ദി പറയാൻ ദമ്പതികൾ നേരിട്ടെത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടനല്ലൂർ ഹൈവേയിൽ ഇരുമ്പ് വേലി സ്ഥാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനം ലോകമെങ്ങും ആഘോഷിച്ചു. ലോകമെമ്പാടുമുള്ള അസംഖ്യം ആളുകളും ഒടുങ്ങാത്ത ആവേശവും രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഒരിക്കലും അവസാനിക്കാത്ത അത്ഭുതവുമാണ് ഗാന്ധിജി. ഭൂമിയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതായി വരുന്ന തലമുറ വിശ്വസിക്കാൻ പ്രയാസമാണ്. ലോകപ്രസിദ്ധനായ ചരിത്രകാരനായ ആർണോൾഡ് ടോയിൻബി പറഞ്ഞ ഒരു വാചകം മതി ഗാന്ധിജി ആരായിരുന്നു എന്നറിയാൻ. ഈ ആറ്റം യുഗത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ സമാധാനത്തിന്റെ, അഹിംസയുടെ നായകനായ ഗാന്ധിജിയുടെ അക്രമരഹിത സിദ്ധാന്തം നടപ്പിലാക്കിയാൽ മതി. ഗാന്ധിജി എല്ലാ കാലഘട്ടത്തിന്റെയും പ്രവാചകനാണ്. ശരിക്കും ആരായിരുന്നു മഹാത്മാഗാന്ധി? അക്രമരാഹിത്യത്തിന്റെ പ്രവാചകൻ എന്ന് ഒറ്റവാക്യത്തിൽ മറുപടി പറയാം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച ദീക്ഷണശാലി എന്ന് രണ്ടാമത് പറയാം. ഒരു കറ തീർന്ന മനുഷ്യസ്നേഹി, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അടിയറവ് പറയിച്ച മഹാനായ വിപ്ലവകാരി, ആൾക്കൂട്ടങ്ങൾക്കിടയിൽ സത്യത്തിന്റെ മാർഗത്തിലൂടെ ദൈവത്തെ അന്വേഷിച്ച സന്യാസി വര്യൻ, ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും അനീതികൾക്കുമെതിരായി പ്രതികരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, ലോക നേതാവ്, മൺമറഞ്ഞുപോയ ലോക നേതാക്കളിൽ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഔന്നത്യത്തിന്റെ ഉടമ. അതെ, ഇതെല്ലാമായിരുന്നു ഗാന്ധിജി. 3 വെടിയുണ്ടകൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ വെളിച്ചം കെടുത്തിയ, രാജ്യത്തിന്റെ മതേതര സങ്കല്പത്തിന് മങ്ങലേൽപ്പിച്ച നാം ആ മഹാത്മാവിന്റെ ശൂന്യത അനുഭവിക്കുന്നു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും നന്മയുടെയും പാതയിൽ നമ്മെ നയിക്കാൻ മാനവികതയുടെ തീച്ചൂളയിൽ ഊതിക്കാച്ചിയെടുത്ത ഗാന്ധിജി എന്ന പുണ്യാത്മാവ് സംഘർഷങ്ങളുടെ, മതതീവ്രവാദത്തിന്റെ ഇരുൾ വീണ വഴിയിൽ വെളിച്ചം വിതറാൻ ലോകത്തിന്റെ തിരുമുറ്റത്ത് കാലം കൊളുത്തിവെച്ച കെടാവിളക്കായി ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേനലും മഞ്ഞും മഴയുമായി കാലം ബഹുദൂരം സഞ്ചരിച്ചിട്ടും ഗാന്ധിജി എന്ന പ്രകാശം ഇന്നും മാനവ ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നു. ആ വെളിച്ചം നമ്മെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ സ്ഥാപിച്ച ഡബിൾ ചേംബർ ഇൻസിനേറ്റർ മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇൻസിനേറ്റർ സംഭാവന ചെയ്ത ആന്റണി പാറക്കോട്ടിലിനെ ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി കരാറുകാരെ ആദരിച്ചു. ശുചിത്വ മിഷൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ, കോർപ്പറേഷൻ കൌൺസിലർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ അമരപഥങ്ങളിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ നാടാകെ ഗ്രാമങ്ങളിലേക്ക് കേന്ദ്രീകരിക്കണം എന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിച്ച് അഹിംസയുടെ മഹത്വത്തിലും ശർക്കയുടെയും ഉപ്പിന്റെയും മഹാത്മ്യത്തിലും മനസ്സു നമിച്ച് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മഹാപോരാട്ടത്തിൽ സ്വാശ്രയത്വത്തിന്റെ സംഗീതം
നമ്മുടെ കാതുകളിൽ കേൾപ്പിച്ച് ഇന്ത്യക്കാരനെ ഒരു മനുഷ്യനെ പോലെ നടത്തിയ മഹാത്മാവിന്റെ ജന്മദിനമാണിത്. സാധാരണ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി തദ്ദേശ സ്വയംഭരണമൊക്കെ 7 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സേവന വാരാചരണം നടത്തുന്ന സമയമാണ്. സേവന വാരാചരണം പലപ്പോഴും ഒരു ആചരണം മാത്രമായി അവസാനിക്കപ്പെടുന്നു എന്ന പരാതികളുള്ള ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റന്റ് റിയാലിറ്റി ആംബുലൻസ് തൃശൂർ അമർ ജവാൻ പാർക്കിൽ പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രിമാരായ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തത്സമയം ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഈ ആംബുലൻസ് ഇന്ത്യയിലെ മെഡിക്കൽ അടിയന്തര സേവനങ്ങൾ വിപ്ലവകരമായി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോത്തക്കറി മെഡിക്കൽ സർവീസിന്റെ സ്ഥാപകനുമായ ഡോക്ടർ നദീം ഷാ ആംബുലൻസിന്റെ സവിശേഷതയെക്കുറിച്ച് വിശദീകരിച്ചു. ഹൃദയസ്പന്ദന നിരീക്ഷണവും രക്തപരിശോധനയും ആംബുലൻസിൽ തന്നെ നടത്താൻ കഴിയും. അത്യാധുനിക ടെലിമെഡിസിൻ സംവിധാനത്തിന്റെ സഹായത്തോടെ ദൂരെയുള്ള വിദഗ്ധ ഡോക്ടർമാർക്ക് വിവരങ്ങൾ തത്സമയം ആക്സസ് ചെയ്യാം. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം തൃശൂരിൽ ഓരോ വർഷവും 2000-ൽ പരം അപകടങ്ങൾ നടക്കുന്നു. ഇതിൽ ഏകദേശം 250ഓളം പേർ മരണപ്പെടുന്നു. ഈ നിരക്ക് കുറയ്ക്കാൻ അപ്പോത്തിക്കറി, ദയ ജനറൽ ആശുപത്രി, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഏഞ്ചൽസ് ഓഫ് തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ഈ ആംബുലൻസ് കൊണ്ടുവരുന്നത്. അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജോയിന്റ് ജനറൽ മാനേജർ രേഖ VR, ഡയറക്ടർമാരായ ഹൈദർ ഷഹൻസായി, മുനീബ് അബ്ദുൾ മജീദ് എന്നിവരും പങ്കെടുത്തു. ആംബുലൻസ് നാളെ മുതൽ തൃശൂരിൽ പ്രവർത്തനം ആരംഭിക്കും. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലയിൽ ഉജ്ജ്വലമായ തുടക്കം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരള മിഷൻ ഹരിത പദവി നൽകിയ 469 വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു. പീച്ചി ഡാം, അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് എന്നീ 2 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്യോഗസ്ഥരുടെയോ ജനപ്രതിനിധികളുടെയോ മാത്രം ഉത്തരവാദിത്വമായി മാലിന്യമുക്ത നവകേരളം മാറരുതെന്നും പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ക്യാമ്പയിൻ വലിയ വിജയമാക്കി പൂർത്തീകരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അതിരൂക്ഷമായ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മൾ സഹകരണത്തോടും പ്രവർത്തനങ്ങളോടെയും അത് ഇല്ലാതാക്കണം. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ തൃശൂർ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA ഷഫീഖ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, വകുപ്പ് തല ഉദ്യോഗസ്ഥരടക്കം 600-ൽ പരം ആളുകൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായും ജില്ലാ കളക്ടർ കൺവീനറുമായുള്ള ജില്ലാ നിർവഹണ സമിതിയുടെ നേതൃത്വത്തിൽ 6 മാസത്തിനുള്ളിൽ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ, ശുചിത്വ മിഷൻ എന്നീ വകുപ്പുകളെയും മറ്റ് ഏജൻസികളെയും ഏകോപിപ്പിച്ച് കർമ്മ പരിപാടി തയ്യാറാക്കി പ്രവർത്തനങ്ങളിലൂടെ 2025 മാർച്ച് 30-ന് മുൻപ് സമ്പൂർണ്ണ ശുചിത്വ പദവി കൈവരിക്കുന്ന സംസ്ഥാനമാവുക എന്നതാണ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പൊതുലക്ഷ്യം. ബഹുജന പങ്കാളിത്തത്തോടുകൂടി നിരവധി കർമ്മ പരിപാടികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ശേഖരണത്തിനായി ജില്ലയിൽ 1794 വാർഡുകളിലായി 3080 ഹരിത കർമ്മസേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇന്നാണെങ്കിൽ ഏറ്റവും നല്ല ഹരിത വിദ്യാലയമായി 1-ാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 469 വിദ്യാലയങ്ങളുടെ A+ ഗ്രേഡ് നൽകുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പീച്ചി ഡാമും അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചും ഹരിത ടൂറിസം ആക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, ജനഗുണത ലാബുകൾക്ക് അതിൻ്റെ കിറ്റുകളുടെ 2-ാം ഘട്ടത്തിൻ്റെ വിതരണം, ഇങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയും ചെയ്യുകയാണ്.
കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ ജന്മദിനം മുതൽ ഒരാഴ്ചക്കാലം തുടർച്ചയായി സേവനവാരം ആചരിക്കണം എന്ന വിധത്തിലൊരു പരിപാടിയിൽ നിന്ന് വിഭിന്നമായി ഒക്ടോബർ 2 ആരംഭിച്ചാൽ ഓരോ മാസവും നാം ചെയ്തു തീർക്കേണ്ട പരിപാടികളെക്കുറിച്ച് ഏറ്റവും കൃത്യതയോടെ വിവരിച്ച് ആ പരിപാടികളുടെ പൂർത്തീകരണം പല വിധത്തിൽ പരിശോധിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ചെയ്തു തീർക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്ന് നിശ്ചയിച്ച് ആ വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഏറ്റവും കൃത്യമായി മുന്നോട്ട് പോകലാണ്. 97% യൂസേഴ്സ് ഫ്രീ മേടിക്കാൻ നെന്മലിക്കര പഞ്ചായത്തിന് കഴിഞ്ഞത് നാട്ടിലെ ജനങ്ങളുടെ സഹകരണവും അതോടൊപ്പം പഞ്ചായത്ത് അംഗങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും രാഷ്ട്രീയത്തിനതീതമായി സംഘടിപ്പിച്ച വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിന്റെ ക്യാമ്പയിന്റെ കൂടി ഭാഗമാണ്. ഗവൺമെന്റ് ആലോചിക്കുന്നത് യൂസേഴ്സ് ഫീയുമായി ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട് കളക്ടർ സൈബർ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട ലക്ഷങ്ങൾ തിരികെ ലഭിക്കും. പോലീസിനോട് നന്ദി പറയാൻ നേരിട്ടെത്തി ദമ്പതികൾ. സൈബർ തട്ടിപ്പിൽ പഴയന്നൂർ സ്വദേശികൾക്ക് നഷ്ടപ്പെട്ട തുക തിരികെ പിടിച്ച് സിറ്റി പോലീസ്. 20 ലക്ഷം രൂപയിൽ 99% തുകയും തിരികെ ലഭിക്കുമെന്ന് ഉറപ്പായതോടെ പോലീസിനോട് നന്ദി പറയാനെത്തി ബിസിനസ്സുകാരനും പഴയന്നൂർ സ്വദേശികളുമായ പുന്നക്കത്തറയിൽ വിനോദും ഭാര്യ ശാലിയും. കഴിഞ്ഞ 24-ന് വിനോദിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. തന്റെ പേരിൽ മറ്റൊരു സിം ഉള്ളതായും നിയമവിരുദ്ധമായ ഇടപാടുകൾ നടന്നിട്ടുള്ളതായും ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര പോലീസിന്റെ പേരിൽ വന്ന ഫോൺ കോളിലൂടെയാണ് തട്ടിപ്പ്. നിലവിലെ ഫോൺ നമ്പറിലെ കണക്ഷൻ ഉടൻ വിച്ഛേദിക്കുമെന്നും അത് ഒഴിവാക്കാൻ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. പരിഭ്രാന്തനായ ഇദ്ദേഹം ആധാർ കാർഡ് തട്ടിപ്പ് സംഘത്തിന് നൽകി. നീണ്ട നേരത്തെ ചോദ്യം ചെയ്യലിനു ശേഷം ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കി. ഇത് ഒഴിവാക്കാൻ അവർ ആദ്യം ആവശ്യപ്പെട്ട 15 ലക്ഷം രൂപയും പിന്നീട് ഭാര്യയുടെ പേരിലുള്ള 5 ലക്ഷം രൂപയും കൈമാറി. ബാങ്ക് മാനേജർക്ക് ഇടപാടിലെ സംശയം തോന്നിയപ്പോൾ തട്ടിപ്പ് സംഘം പറഞ്ഞത് പഠിപ്പിച്ചതിന് പ്രകാരം സ്വകാര്യ ആവശ്യത്തിന് നൽകിയ തുകയാണെന്ന് അവർക്ക് പറയേണ്ടി വന്നു. എന്നാൽ പിന്നീട് തുടർച്ചയായി പണം ആവശ്യപ്പെട്ടതിൽ സംശയം തോന്നി 1930 എന്ന സൈബർ പോലീസ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഇതേ തുടർന്ന് നിരവധി അക്കൗണ്ടുകൾ വഴി കൈമാറ്റം ചെയ്ത പണത്തിൽ 99% മരവിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഈ തുക നിയമ നടപടികൾക്കു ശേഷം ഇവർക്ക് ലഭിക്കും. ഇത്തരം തട്ടിപ്പുകളിൽ ആരും അകപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയത്. ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു 15 ലക്ഷം ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട്. അത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. ആ 15 ലക്ഷവും നമുക്ക് ഹോൾഡായി കിട്ടിയിട്ടുണ്ട്. സിമിലർലി ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിൽ നിന്ന് ഒരു 4,88,000 4,88,000 ട്രാൻസ്ഫർ ആയി ഫസ്റ്റ് ഒരു അക്കൗണ്ടിലേക്ക് പോയി. അവിടെ നിന്ന് രണ്ടാമത് ഒരു അക്കൗണ്ടിലേക്ക് പോയി, മൂന്നാമത് ഒരു അക്കൗണ്ടിലേക്ക് പോയി, നാലാമതായിട്ട് ഒരു അക്കൗണ്ടിലേക്ക് പോയി. ആ നാലാമതായിട്ട് പോയ അക്കൗണ്ടിൽ നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പം മൊത്തം പോയ 20 lakhs ഏകദേശം 19,88,000 നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇതിൽ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതാണ്, ഒരു കാരണവശാലും പോലീസ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പാസ്വേഡ് ചോദിക്കാൻ പോകുന്നില്ല. ആ ഡീറ്റെയിൽസ് നമ്മോട് നിങ്ങളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു ട്രാൻസാക്ഷൻ ചെയ്യിപ്പിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ അറിവും സമ്മതവും ഇല്ലാതെ തന്നെ നിയമപരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്, ഒരു കാരണവശാലും പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി അറസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു നിയമവ്യവസ്ഥയില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് തൃശ്ശൂരിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രോഡ് ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് വിശേഷിപ്പിച്ചുള്ള ഫ്രോഡാണ്. രണ്ടാമത് ഫ്രോഡിനെ കുറിച്ച് ഈ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പൊതുവേ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഫോറക്സ് ട്രേഡിംഗ്, ഷെയർ ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് റിലേറ്റഡ് ഫ്രോഡ്സ് ആണ്. അപ്പോൾ അതിലും പറയാനുള്ളത്, ഏത് ട്രേഡിംഗ് നിങ്ങൾ ചെയ്താലും ആ ട്രേഡിങ്ങിൻ്റെ ബ്രോക്കറോ ആപ്ലിക്കേഷനോ പ്രോപ്പറായിട്ട് രജിസ്റ്റേർഡ് കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് പൈസ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ സമയം തന്നെ വന്നോ എന്ന് ആ സമയം തന്നെ കൃത്യം ഉറപ്പുവരുത്തുക. ആ ട്രേഡ് കമ്പനി കൊടുക്കുന്ന ആപ്ലിക്കേഷൻ വഴിയോ ഇല്ല ഒരു വെബ്സൈറ്റിലോ പൈസ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അത് മാത്രം മതിയാവില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്ച്വലി പൈസ വന്നില്ലെങ്കിൽ ആ സമയം തന്നെ ഇതിലൊരു ഫ്രോഡ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നേണ്ടതാണ്. രണ്ട് കാര്യം മാത്രമേ അവയർനെസ് ആയിട്ട് പറയാൻ. താങ്ക് യു. തുക നഷ്ടമായിരുന്നു നമുക്ക് കഴിഞ്ഞ 24-ാം തീയതി 3 മണിയൊക്കെ ആയപ്പോൾ ഒരു കോൾ വന്ന് എൻ്റെ ഫോണിൽ വന്നത്. എൻ്റെ കോളിൽ ഫോൺ വന്നിട്ട് അവർ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് ബന്ധാവും, ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, അതെന്ന് വെച്ചാൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മൊബൈലിൽ പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാരണം.
അപ്പോൾ എന്നിട്ട് അവരൊരു നമ്പർ പറഞ്ഞു, ഒരു 9, നമ്മൾ സാധാരണ മൊബൈലിൽ ഞെക്കുമ്പോൾ 9 ഞെക്കുമ്പോൾ കസ്റ്റമർ കെയർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു നമ്പർ ഞെക്കിയ കസ്റ്റമർ കെയറിലേക്ക് പോയി. അവിടെ നിന്ന് നേരെ അവർ പറഞ്ഞു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പോയി പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മഹാരാഷ്ട്ര പോലീസ് അവിടെയാണ് പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ടിൽ അതിലേക്ക് അവർ കണക്ട് ചെയ്തു. അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് വീഡിയോ കോളായി മാറി. അവിടെ ഒരു പോലീസ് ഓഫീസർ ഇരിക്കുന്നമാതിരി കാണിച്ചു, വീണ്ടും കാണിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ എംബ്ലമാണ് വന്നത്, മഹാരാഷ്ട്ര പോലീസിൻ്റെ എംബ്ലവും കാര്യങ്ങളും വെച്ചിട്ട് പിന്നെ ചോദ്യങ്ങളായിരുന്നു. നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ വേറൊരു മൊബൈൽ നമ്പർ എൻ്റെ പേരിലുണ്ടായിരുന്നു, അത് ഈ ഒരു ക്രൈമിൽ പെട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് കനറ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ആധാർ കാർഡ് വെച്ചിട്ട്. ആദ്യം തന്നെ എൻ്റെ ആധാർ കാർഡ് വെരിഫിക്കേഷന് വേണ്ടി അവർ മേടിച്ചായിരുന്നു. അത് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം ഇതിലേക്ക് വിളിച്ച് അപ്പോഴേക്കും ആധാർ കാർഡ് അവരുടെ കയ്യിൽ പെട്ടു. പിന്നെ അവർ കേസ് അന്വേഷണത്തിൽ നമുക്കെതിരെ സുപ്രീം കോടതി വാറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു സുപ്രീം കോടതി വാറണ്ട് ഉണ്ട്, നിങ്ങൾ ഡിജിറ്റൽ കസ്റ്റഡിയാണ്, ഇന്ന് നിങ്ങളുടെ കേസുണ്ട് സുപ്രീം കോടതിയിൽ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു CBIക്ക് കണക്ട് ചെയ്യുന്ന മാതിരി CBIക്ക് കണക്ട് ചെയ്തു. CBI ഓഫീസർ വന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മുടെ അക്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് കേസുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഒരു സുപ്രീം കോടതിയിൽ കേസ് വെച്ചിട്ട് ജാമ്യം കിട്ടണമെങ്കിൽ 15 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണം. അത് പ്രകാരമാണ് നമ്മൾ 15 ലക്ഷം രൂപ ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. 1 മണിക്കുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യണം. ശരിക്കും അതൊരു വിശ്വസനീയമായ രീതി തന്നെയാണ്. നമ്മൾ പിന്നെ ഇപ്പം ചിന്തിക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും ആ സമയത്ത് വിശ്വസിക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റവും സംസാരവും അവരുടെ ഓഫീസർമാരെ ഇതും. അത് മാത്രമല്ല, നമുക്ക് കുറേ ഡിജിറ്റൽ തെളിവുകളുമായി അവരിങ്ങോട്ട് ഇട്ടിരുന്നു. വടക്കാഞ്ചേരി മങ്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള അനുമതി. നഗരസഭ 18ാം ഡിവിഷൻ മങ്കരയിലെ കാട്ടുകുളത്തിന് 200 മീറ്റർ അകലെ കുന്നിൻ മുകളിൽ പരിസ്ഥിതി ലോല പ്രദേശത്താണ് സ്വകാര്യ ടെലികോം കമ്പനി മൊബൈൽ ഫോൺ ടവർ സ്ഥാപിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ സമാധാന ജീവിത അന്തരീക്ഷത്തിന് പ്രയാസമുണ്ടാകുമെന്നും ടവറിൽ നിന്ന് ദോഷകരമായ തരംഗങ്ങൾ പരിസരവാസികൾക്ക് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. സ്വകാര്യ കമ്പനി ടവർ നിർമ്മാണവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും സമ്മതിക്കില്ലെന്ന് പരിസരവാസികൾ. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ചെറിയൊരു ഭവന നിർമ്മാണത്തിന് പോലും നിയമം പറഞ്ഞ് അനുമതി നിഷേധിക്കുന്ന അധികൃതർ സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി നിയമത്തെ പോലും അട്ടിമറിക്കുകയാണെന്ന് സുധീഷ് മങ്കര ചൂണ്ടിക്കാട്ടി. ടവർ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. മങ്കര കാട്ടുകുളം പരിസരത്ത് രാത്രിയുടെ മറവിൽ വന്ന് JCB കൊണ്ടുവന്ന് ഒരു വണ്ടം കുഴി കുത്തിവെച്ചത് ടവർ പണിയാന്ന് പറഞ്ഞു. സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനറിയില്ല, അതെല്ലാം ടവറിൻ്റെ ആൾക്കാരാണ് പറഞ്ഞു. ഈ കഴിഞ്ഞ 2-3 പ്രളയം ഉണ്ടായപ്പോൾ ഈ കഴിഞ്ഞ മഴ പെയ്ക്കലിനൊക്കെ വടക്കാഞ്ചേരി ടൗണൊക്കെ മുങ്ങിയ സമയത്ത് എൻ്റെ വീടിൻ്റെ കൂടിയ ഈ മലപ്രദേശത്ത് നിന്ന് വെള്ളം വന്നിട്ട് എൻ്റെ മതിലും ഇതൊക്കെ ഇടിഞ്ഞു പോയി. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, വാർത്താ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം ഇത്രയും വലിയ കുഴി ഇവിടെ കുത്തിയിട്ട് ഇതിനെങ്കിൽ ഇവിടെ നിന്ന് 100-150 മീറ്റർ ഇല്ല താഴത്ത് വീടുകൾ. ഇവിടെ ഈ രാത്രിയുടെ മറവിൽ വന്ന് ചെയ്തത് വളരെ ഇതായി. ഞങ്ങൾ കുറേ അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അടക്കം അറിവോട് കൂടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ എത്രയും പെട്ടെന്ന് ഇത് നിർത്തിവെക്കണമെന്നാണ് ഒരു അപേക്ഷ. അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വാർത്തയിലൂടെ കണ്ടിട്ടുള്ളതാണ് മങ്കര കാട്ടുകുളം നിറഞ്ഞൊഴുകി മുകളിൽ നിന്നുള്ള മലവെള്ളം വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എല്ലാവരും കണ്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടുന്ന് ഈ സാധനം വന്ന് ഈ ടവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിർത്തി വയ്ക്കണമെന്ന് ഇത് കാണുന്ന അധികാരികൾ സ്റ്റേ ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PMAY പദ്ധതി അനുസരിച്ചും കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി അനുസരിച്ചും ഒരു വ്യക്തിക്ക് സ്വന്തം സ്ഥലത്ത് സ്വന്തമായൊരു വീട് നിർമ്മിക്കണമെങ്കിൽ അധികാരപ്പെട്ട ആളുകൾ, അതായത് നഗരസഭയും അതുപോലെ കൃഷി വകുപ്പാണെങ്കിൽ അതും വില്ലേജ് ഓഫീസും ബന്ധപ്പെട്ടുള്ള പെർമിഷനോട് കൂടിയിട്ടേ ഈ ഒരു വീട് നിർമ്മാണം ഒരു വ്യക്തിക്ക് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരിക്കുന്ന സ്ഥിതിയിൽ ഇത്രയും വലിയൊരു കോടിക്കണക്കിന് ഉറുപ്പ്യ വരുന്ന ഒരു പദ്ധതി ഈ നഗരസഭയും അറിഞ്ഞിട്ടില്ല,
ഈ ഡിവിഷനിലെ കൗൺസിലും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നിർത്തലാക്കുക. ഈ കൗൺസിലറും നഗരസഭയും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കൗൺസിലറും നഗരസഭയും എത്രയും പെട്ടെന്ന് ഇത് പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണമെന്നാണ്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം കട്ടിലപ്പൂവത്ത് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷാജു, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ദേവി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകർ, വ്യാപാരികൾ, പ്രദേശവാസികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർച്ചയായി 6 മാസക്കാലം കൊണ്ട് ഈ കേരളത്തെ മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കുക എന്ന ഒരു ബൃഹത്തായ പ്രവർത്തനത്തിലേക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുകയാണ്. കൃത്യം 6 മാസക്കാലം കൊണ്ട് മാലിന്യമുക്ത കേരളമാക്കി കേരളത്തെ മാറ്റിയെടുക്കുക, അതൊരു ജനകീയ ക്യാമ്പയിനാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എല്ലാ വാർഡുകളിലും ഇന്ന് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് സന്നദ്ധ സംഘടനകൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് തലം മുതൽ സംസ്ഥാന സർക്കാർ വരെ ഇടപെട്ടുകൊണ്ട് 6 മാസക്കാലം കൊണ്ട് ഒരു പുതിയ കേരളം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് മാലിന്യമുക്ത കേരളമാക്കി മാറ്റണം എന്ന തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിനോടൊപ്പം സഞ്ചരിക്കാൻ, ആ ബൃഹത്തായ പ്രവർത്തനങ്ങളിൽ കൈകോർക്കാൻ, അതിൽ കണ്ണികളാകാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ നാം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, ജൈവ മാലിന്യങ്ങളാണെങ്കിലും ശരി, അജൈവ മാലിന്യങ്ങളാണെങ്കിലും ശരി, ചുരുങ്ങിയ പക്ഷം അത് മറ്റെവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുക. എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറും. അതുപോലെ അല്ലാതെ ഈ പ്രദേശത്ത് വിവിധ സാധനങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ കാലിയാകുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, അത് അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കാണെങ്കിലും യാത്രക്കാർക്കാണെങ്കിലും ശല്യമുണ്ടാകാത്ത തരത്തിൽ അത് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. പുത്തൂർ കൈനൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ചിക്കൻ പ്രോസസിംഗ് യൂണിറ്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ PB സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൈനൂർ ചെമ്പൂർ റോഡിൽ മണലിപ്പുഴയുടെ തീരത്ത് സ്ഥാപിതമായ യൂണിറ്റ് അടിയന്തരമായി പ്രവർത്തനം നിർത്തണമെന്നും മണലിപ്പുഴയെ മാലിന്യമാക്കാൻ അനുവദിക്കില്ലെന്നും സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നും പ്രതിഷേധ സമരത്തിൽ നാട്ടുകാർ ഉന്നയിച്ചു. സമരസമിതി കൺവീനർ സജീവ് മാളിയേക്കൽ, ബീന വേണുഗോപാൽ, വിനോദ് എന്നിവർ സംസാരിച്ചു. പ്ലാന്റിൽ നിന്നും മാലിന്യമുണ്ടാകാൻ സാധ്യതയില്ലെന്നും കോഴി മാംസം വിവിധ ഉൽപ്പന്നങ്ങൾക്കായി പ്രോസസിംഗ് നടത്തുക മാത്രമാണ് നടത്തുന്നതെന്നും സ്ഥാപന ഉടമകൾ അറിയിച്ചു. നമുക്ക് നേരത്തെ തന്നെ കഴിഞ്ഞ ചില പ്രശ്നങ്ങൾ ഈ കോഴി മാലിന്യ വേസ്റ്റുമായിട്ട് നിലനിന്നിരുന്നു. അതിനോടനുബന്ധിച്ച് കുറേയധികം സമരങ്ങളും അതുപോലെ പന്നി വളർത്ത കേന്ദ്രം മാറ്റുന്നതിനുള്ള പല സമരങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നിട്ടുള്ളതാണ്. പക്ഷേ അതിനു വിട്ട് മറ്റൊരു സംരംഭം കൂടിയും കൈനൂരിൽ എന്ന നാടിനെ നശിപ്പിക്കാനെന്ന് തന്നെ പറയാം, അതിനുവേണ്ടിയുള്ള ഒരു സംരംഭമായിട്ട് തന്നെ വരികയാണ്. ഇത് കൈനൂർ മണലിപ്പുഴയുടെ തീരത്താണ് ഈ ചിക്കൻ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സംരംഭം വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ വേസ്റ്റുകളും അല്ലെങ്കിൽ ഇതിന് ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളവും മറ്റും ഈ മണലിപ്പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ മണലിപ്പുഴയിൽ നിന്ന് തന്നെയാണ് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നത്.
അതുപോലെ ജലനിധി നടത്തറ ഇതിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നത്, അതുപോലെ പല കുടിവെള്ള സ്രോതസ്സുകളും ഈ പുഴയിൽ, ഈ മണലിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്കൊക്കെ സ്വാഭാവികമായിട്ടും ഈ മലിനജലം വരാനും അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് വെള്ളം വരാനും മറ്റുള്ള സാധ്യതകൾ കൂടുതലാണ്. ജനങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും അതുപോലെ സംക്രമിക രോഗങ്ങളും മറ്റും പിടിപെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടനല്ലൂർ ഹൈവേ ഭാഗത്ത് ഇരുമ്പുവേലി സ്ഥാപിക്കലിന്റെ ഉദ്ഘാടനം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ദേശീയപാതയിൽ രാത്രി സമയങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത് തടയാനാണ് ഹൈവേ ഭാഗത്ത് പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറയും സ്ഥാപിക്കുന്നത്. കുട്ടനല്ലൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിബി വർഗീസ്, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ ടി ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ, JS ബിന്ദു, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന സാമൂഹിക ദ്രോഹത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഇതിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഊർജിതമാക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം പുത്തൂർ സ്കൂളിൽ സ്ഥാപിച്ച സാനിറ്ററി പാഡ് ഡിസ്ട്രോയറിന്റെ ഉദ്ഘാടനവും അജൈവ മാലിന്യ ബോധവൽക്കരണ സെൽഫി കോർണർ ഉദ്ഘാടനം, സൈക്കിൾ റാലി, ഫ്ലാഷ് മോബ്, വാർഡ് തല ശുചീകരണം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ കോർപ്പറേഷൻ കൊക്കാല സർക്കിളിലെ മികച്ച വർക്കർക്കുള്ള അവാർഡിന് സുകേഷ് സേതു താണിക്കുടം അർഹനായി. കൊക്കാല സർക്കിളിൽ നടന്ന ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപകുമാർ അവാർഡ് സമ്മാനിച്ചു. ജയചേമാരായ നവാസ്, സാന്ദ്ര എന്നിവർ അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. സർക്കിളിലെ മുഴുവൻ തൊഴിലാളികളും പങ്കെടുത്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് താണിക്കുടം വാർഡിലെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു സുകേഷ്. കോർപ്പറേഷന് ജോലിക്ക് കയറി 2 വർഷത്തിനുള്ളിൽ തന്നെ കിട്ടിയ ഈ അവാർഡ് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയെന്ന് സേതു താണിക്കുടം പറഞ്ഞു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ വിഷവൈദ്യ ആശുപത്രിയും സംയുക്തമായി നടപ്പിലാക്കുന്ന 2024-25 സാമ്പത്തിക വർഷത്തെ വനിതകൾക്ക് സൗജന്യ യോഗ പരിശീലനം എന്ന പ്രോജക്ടിന്റെ ഉദ്ഘാടനം മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ NM പദ്ധതി വിശദീകരണവും ഡോക്ടർ സ്നേഹ KS നന്ദിയും അറിയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി VP, വാർഡ് മെമ്പർമാരായ PH സജീവ്, തുളസി സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പഞ്ചായത്തിലെ 4 കേന്ദ്രങ്ങളിൽ വെച്ച് 60 ദിവസം വീതം യോഗ പരിശീലനം നൽകുന്നതാണ് പദ്ധതി.
സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ പബ്ലിക് ലൈബ്രറിയിൽ ശുചിത്വ ദിനമായി ആചരിച്ചു. 14 വർഷമായി സാമൂഹിക രംഗത്ത് ഒട്ടേറെ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം ശുചിത്വ ദിനമായി ആചരിച്ചു. സബർമതി ട്രസ്റ്റ് ചെയർമാൻ സജി പോൾ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ തൃശൂർ പബ്ലിക് ലൈബ്രറി വൃത്തിയാക്കി. ബത്ലഹേം കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ട്രസ്റ്റ് അംഗങ്ങളും പൊതുപ്രവർത്തന രംഗത്തെ പ്രമുഖരുടെയും സഹകരണത്തോടെ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ സജി പോൾ മാടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഡേവിസ് കണ്ണമ്പുഴ സ്വാഗതവും കൌൺസിലർ റെജി ജോയ്, മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു, ഡോക്ടർ ടി ആർ രഞ്ജു, കെ പി രാധാകൃഷ്ണൻ, ലീന ടീച്ചർ, അജന്തകുമാർ ടി കെ എന്നിവർ ആശംസകളും അറിയിച്ചു. രമേശ് കൃഷ്ണൻ, ജോസ് ആലപ്പാട്ട്, അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ, രാമപ്രസാദ് മാസ്റ്റർ, ജീൻ ജോസഫ്, സി ഡി ഫ്രാൻസിസ്, എം പി ഹരിദാസ്, അനീഷ് രവി, ഉണ്ണികൃഷ്ണൻ, രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സച്ചിൻ ടി പ്രദീപ്, യൂത്ത് കോൺഗ്രസ് RTI സംസ്ഥാന ചെയർമാൻ എൻസൺ ആന്റണി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കാളത്തോട് സെന്ററിൽ ഗാന്ധി ജയന്തി അനുസ്മരണവും സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. കെ ഗോപാലകൃഷ്ണൻ ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PU ഹംസ, ശ്യാമള മുരളീധരൻ, KT എബ്രഹാം, MR റോസ്ലി, സജോ സണ്ണി, VM സുലൈമാൻ, ലിയാസ് ബാബു എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സ്വാഗതവും ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അനിൽകുമാർ തെക്കൂട്ട് നന്ദിയും അറിയിച്ചു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ആത്മാഭിമാനത്തോടെ പറഞ്ഞ രാഷ്ട്രപിതാവ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അഹിംസയെന്ന വജ്രായുധം കൊണ്ട് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഗാന്ധിജിയുടെ ജയന്തി ആഘോഷിച്ചു. 155ാം ജന്മദിനം മുക്കാട്ടുകരയിൽ സമുചിതമായി ആഘോഷിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. ഒല്ലൂക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിയോ രാജൻ മുഖ്യാതിഥിയായി. മുതിർന്ന നേതാക്കളായ CG സുബ്രഹ്മണ്യൻ, K മാധവൻ എന്നിവർ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ബൂത്ത് പ്രസിഡന്റ് നിതിൻ ജോസ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജോസ് കുന്നപ്പിള്ളി, KK ജെയ്ക്കോ, ഷാജു ചെറിയത്ത്, ജോൺ C ജോർജ്, വിൽസൺ എടക്കളത്തൂർ എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചും കരുമത്ര 46ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വിനോദ് മാടവന ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ NM വിനീഷ്, അൽഫോൻസ ഫ്രാൻസിസ്, ജെയിംസ് കുണ്ടുകുളം, AA ബാഷിർ എന്നിവർ സംസാരിച്ചു. CP ഔസേബ്, KC സെബാസ്റ്റ്യൻ, PT ഫ്രാൻസിസ്, PJ ക്രിസ്ത്യൻ, ആൽബിൻ പാണങ്ങാടൻ, AB ആഷിഖ്, PT വർഗീസ്, AB സഞ്ജയ്, TA ചാക്കോ, PA തോമസ്, റോസി ഔസേബ്, ഏഞ്ചൽ വിനോദ്, ജോസഫ് ജോർജ്, ഭഗവത് വിനീഷ് തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും സ്മൃതി സംഗമത്തിലും പങ്കെടുത്തു. പട്ടിക്കാട് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പട്ടിക്കാട് INTUC ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷനായി. പാണഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ റോയ് K ദേവസി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC എക്സിക്യൂട്ടീവ് KC അഭിലാഷ് പുഷ്പാർച്ചന നടത്തി. KPCC അംഗം ലീലാമ തോമസ് പതാക ഉയർത്തി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ആൽബിൻ ദേശ സുരക്ഷാ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മിൽമ ഡയറക്ടർ ആദം കാവിൽ, പാർട്ടി ലീഡർ ബാബു തോമസ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു പോൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ്, പഞ്ചായത്ത് അംഗം ശ്രീജു, CK ഷൺമുഖൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുശീല രാജൻ, ശകുന്തള ഉണ്ണികൃഷ്ണൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പൗലോസ്, INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണംകുടി, റജി പാണംകുടി എന്നിവർ നേതൃത്വം നൽകി. ആ സെൻട്രൽ ഹാളിൽ നാഥുറാം ഗോഡ്സെയുടെ ഫോട്ടോ സ്ഥാപിച്ചുകൊണ്ട് BJP അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുക. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ നിർദ്ദയം കൊന്നുകളഞ്ഞ കാപാലികനെ ആ മഹാത്മാവിൻ്റെ ഫോട്ടോയ്ക്ക് നേരെ മുന്നിൽ തന്നെ സ്ഥാപിച്ചുകൊണ്ട് ജനാധിപത്യ ലോകത്തിന് BJP കൃത്യമായൊരു സന്ദേശം കൊടുത്തിരിക്കുക. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ വീരോജ്വലമായ ഏടുകളെയെല്ലാം തമസ്കരിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായവരെ അപമാനിച്ചുകൊണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവർ മാത്രമല്ല നിരവധി പീഡകളേറ്റ് വാങ്ങിക്കൊണ്ട് ജയിലിൽ കടന്നവരെ അപഹസിച്ചുകൊണ്ട്
അന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ്റെ പാതകം നക്കിയ സർവർക്കറെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന BJP ജനാധിപത്യത്തിൻ്റെ ആ സുവർണ കാലഘട്ടത്തെ മായ്ക്കുന്നതിന് വേണ്ടി വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തെ മാറ്റി നിർത്തുന്ന ആ വികലമായ ഭരണ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യേണ്ടത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ വീരാളി പരിഭാഷം എന്നും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുട്ടനല്ലൂർ 27ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. കുട്ടനല്ലൂർ സെന്ററിലുള്ള കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ദേശരക്ഷാ പ്രതിജ്ഞയെടുത്തു. ഡിവിഷൻ പ്രസിഡന്റ് ടോണി മാളിയേക്കൽ അധ്യക്ഷനായി. മുൻ കൌൺസിലറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ 145ാം ബൂത്ത് പ്രസിഡന്റ് MK രവി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ബൂത്ത് പ്രസിഡന്റുമാരായ അരുൺ സണ്ണി, ബെന്നി തെക്കുംതല, സീനിയർ കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും ഗാന്ധിജി AICC പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൽദോ തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VG സുരേഷ് കുമാർ ഗാന്ധി സ്മൃതി സന്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ ഗാന്ധി ചരിത്രം അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ വർഗീസ് വാഗയിൽ, PV ഹസനാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K ബിരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്മൃതി സംഗമത്തിന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിജോയ് ജോണി, ബേസിൽ ഉള്ളാട്ടുകുടിയിൽ എന്നിവരും നേതൃത്വം നൽകി. സ്മൃതി സംഗമത്തിന് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് PS റഫീഖ് സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് PV വിനയൻ നന്ദിയും അറിയിച്ചു. മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് S സജി, TS വിനോദ് കുമാർ, മനോജ് കുമാർ, UY എബ്രഹാം, VS പ്രദീപ്, NS നൌഷാദ് മാസ്റ്റർ, ധർമ്മരാജൻ പൂക്കാടൻ, ധനീഷ് K ദാസ്, KR വത്സരാജ്,
റോയ് ഡാനിയേൽ, ജോയ്സൺ MJ, ജിൻസി ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഷിജുമോൻ ജോസഫ്, സന്തോഷ് വെള്ളൂർ, AR രോഹിത്, ബ്രില്യൻ തോമസ്, കുമാരി ശശിധരൻ, EK മാലതി എന്നിവർ നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ വ്യാപാരി വ്യവസായി കോൺഗ്രസ് അത്താണി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാഗാന്ധി ജന്മദിനാഘോഷം യൂണിറ്റ് പ്രസിഡന്റ് ഫിലിപ്പ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് അത്താണി ബൂത്ത് പ്രസിഡന്റ് ജെൻസൺ ആശംസകൾ അറിയിച്ചു. യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ സലീം നന്ദി അറിയിച്ചു. ടൈറ്റസ് തമ്പാട്ടി, വിമൽ പോൾ സിൽക്ക്, സിജു ഗോൾഡ്, വിശാൽ മിണാലൂർ, നന്ദകുമാർ, രാജൻ, ജോൺസൺ, കണ്ണൻ, വിജയൻ, മണി എന്നിവർ പങ്കെടുത്തു. ഗാന്ധിജിയുടെ 155ാം ജന്മദിനം ഗാന്ധി സ്മൃതി ജ്വാലാ ദിനമായി കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി ആചരിച്ചു. തൃശൂർ കോട്ടക്കൽ വൈദ്യശാല ഹാളിൽ നടന്ന ചടങ്ങിൽ PK സൈതാലിക്കുട്ടി അധ്യക്ഷനായി. ഗാന്ധിയൻ തത്വങ്ങളും ആദർശങ്ങളും മാത്രമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള പോംവഴിയെന്ന് ഉദ്ഘാടനം ചെയ്ത് CR വത്സൻ പറഞ്ഞു. DCC ഭാരവാഹികളായ CD ജോസ്, PS ഉത്തമൻ, അഡ്വക്കേറ്റ് OU ജോൺ, അഡ്വക്കേറ്റ് ബേബി ആന്റണി, അമൽ മണലൂർ തുടങ്ങിയവരും സംസാരിച്ചു. മണ്ണുത്തി മണ്ഡലത്തിലെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പാർട്ടി പതാക ഉയർത്തുകയും ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ ഗീതം ആലപിച്ച് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ബൂത്ത് പ്രസിഡന്റ് ജോണി അരിമ്പൂർ പതാക ഉയർത്തി. ജാൻസി ടീച്ചർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും നടത്തി. പ്രദേശവാസികൾക്ക് മധുര പലഹാര വിതരണം, ഭക്ഷ്യധാന്യ വിതരണവും നടത്തി. ബേബി പാലോലിക്കൽ, NM ചന്ദ്രൻ, PV ഹരിദാസ്, വിശ്വംഭരൻ, ഡോക്ടർ അലക്സ് പെരുമ്പിള്ളിക്കുന്നേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണം നടത്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ദേശീയ സമ്പാദ്യ പദ്ധതി തൃശൂർ ജില്ലാ ഓഫീസ് കോമ്പൗണ്ടും പരിസരവും ദേശീയ സമ്പാദ്യ പദ്ധതി തൃശൂർ ജില്ലാ ഓഫീസിലെ ഏജന്റുമാരും ജീവനക്കാരും ചേർന്ന് ശുചീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ ബിജു, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ, ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ജയന്തി ആഘോഷ പരിപാടികൾ നടന്നു. സ്കൂൾ മാനേജരും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ, PTA പ്രസിഡന്റ് V ബാലൻ, പ്രിൻസിപ്പൽ പത്മജ TS, അധ്യാപക, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്ന വിവേകോദയത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗാന്ധിയൻ ആശയങ്ങൾ അടങ്ങുന്ന ലഘുലേഖ സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും ഫ്ളാറ്റുകളിലും കടകളിലും വിതരണം ചെയ്തു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കാളത്തോടുള്ള മാർ തിമോത്തിയോസ് ഓർഫനേജിൽ തൃശൂർ അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് ആപത് മിത്ര അംഗങ്ങളും ചേർന്ന് ശുചീകരണം നടത്തി. തൃശൂർ അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ, സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ എൻ ജയേഷ്, കെ പ്രകാശൻ, ഷജിൻ എസ് രാജ്, പോസ്റ്റ് വാർഡൻ തോമസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഓർഫനേജ് ഫാദർ സാഗർ നിംസൺ വർഗീസ്, സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി, സിസ്റ്റർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് ചെമ്പംകണ്ടം 185 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പുഷ്പാർച്ചന സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കുഴുവേലി ജോസഫ്, ജീവൻ ചെമ്പംകണ്ടം എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ജോർജ് കടമ്പമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. വിൻസെന്റ് കടമ്പമറ്റത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം ന്യൂനപക്ഷ ചെയർമാൻ VS റഷീദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സന്ദീപ് രാജ്, കോൺഗ്രസ് പ്രവർത്തകരായ ശിവൻ, ബാബു ജോൺസൺ, ജോസ് രവി എന്നിവർ പങ്കെടുത്തു. 20ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ് ഗാന്ധിജി എന്നും ജീവിതത്തിൽ അദ്ദേഹത്തെ പകർത്താൻ കുട്ടികൾ ശ്രമിക്കണമെന്നും ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് കെ കരുൺ പറഞ്ഞു. മരോട്ടിച്ചാലിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് കെ കരുൺ. ജവഹർ ബാൽ മഞ്ച് ഒല്ലൂർ ബ്ലോക്ക് ചെയർമാൻ അരോഷ് ടി എ അധ്യക്ഷനായി. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു. ജവഹർ ബാൽ മഞ്ച് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് N ഗിരീഷ്, ജില്ലാ കോർഡിനേറ്റർ NM അബൂബക്കർ, മണ്ഡലം ചെയർമാൻ പ്രിയങ്ക സനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പൌലോസ് ചെരടായി, ഷാൻസ് പൌലോസ് എന്നിവർ സംസാരിച്ചു. ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി പൂച്ചട്ടി AKM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നെല്ലിക്കുന്ന് അഗതി മന്ദിരം സന്ദർശിച്ച് സ്നേഹോപഹാരം നൽകി. അഗതി മന്ദിരത്തിലെത്തിയ വിദ്യാർത്ഥികളെ ഫാദർ വിനോദിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ സന്ദർശിക്കാനും അടുത്തിടപഴകി ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ നല്ല പാഠം കോർഡിനേറ്റർ V ബിന്ദു, റെഡ് ക്രോസ് ഇൻചാർജ് സിന്ധു MR, അബ്സി MT, ജിൻസി K ജോർജ്, NSS ഇൻചാർജ് ദീപ, AV സുദർശൻ എന്നിവരും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പുന്നമ്പറമ്പ് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടേൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം ജനറൽ സെക്രട്ടറി ദുർഗദാസ് പുളിയത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി TH മുഹമ്മദ് ഷഫീഖ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി PJ രാജു, പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ, VA ശ്രീകാന്ത്, VJ ജമാൽ, ഷെരീഷ്, വിജോയ് കുറ്റിക്കാടൻ, ക്രിസ്റ്റി, ആഷിഖ്, അനൂപ് സെബാസ്റ്റ്യൻ, റോൺസ് റോയ്, സാബിക്, മുസ്തഫ എന്നിവർ സംസാരിച്ചു. മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭാവിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ചെറുപ്പക്കാർ കേരളത്തിലടക്കം ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടി വരുന്നതിന്റെ ഒരു കാരണം ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ജനത വളർന്നു വരുന്നു എന്നതിന്റെ സത്യമാണ്. ഇനിയും ഇത്തരം സ്ഥിതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ചെറുപ്പക്കാർ അവശേഷിക്കുകയില്ല. മറ്റു രാജ്യങ്ങളിൽ നമ്മൾ ഭാരതീയർ, നമ്മൾ മലയാളികൾ രണ്ടാം കിട പൗരന്മാരായി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നു. ഈ രാജ്യത്ത് വികസനത്തിന്റെ പേര് പറയുവാൻ വികസനമില്ലാതായപ്പോൾ, വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് മേടിക്കാൻ സാധിക്കാതായപ്പോൾ ജനങ്ങൾ BJPയെയും RSSനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വിമർശിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ എവിടെയൊക്കെ RSSനും BJPക്കും
വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും ജൈനനെയും സിഖിനെയും എല്ലാവരെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് വർഗീയതയിലേക്ക് ആ നോട്ടം തിരിച്ചുവിടുന്ന ഒരു സർക്കാർ. വിമർശനത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുമ്പോൾ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനം ലോകമെങ്ങും സമുചിതമായി ആചരിച്ചു. ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ സ്ഥാപിച്ച ഡബിൾ ചേംബർ ഇൻസിനേറ്റർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മേയർ എം.കെ. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റന്റ് റിയാലിറ്റി ആംബുലൻസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട ദമ്പതികൾക്ക് സിറ്റി പോലീസ് പണം തിരികെ പിടിച്ചു നൽകി. നന്ദി പറയാൻ ദമ്പതികൾ നേരിട്ടെത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടനല്ലൂർ ഹൈവേയിൽ ഇരുമ്പ് വേലി സ്ഥാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.